ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിനെ വാഹന പ്രചാരണ ജാഥയ്ക്കിടെ ആക്രമിക്കാൻ ശ്രമിച്ചതായി പരാതി. അഞ്ചരക്കണ്ടി മുഴപ്പാല കൈതപ്രത്ത് പ്രസംഗത്തിനിടയിലാണ് സംഭവമുണ്ടായത്. CPM പ്രവർത്തകൻ ലിജുവിനെതിരെയാണ് പരാതി. UDF പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തളിപ്പറമ്പിലെ UDF സ്ഥാനാർത്ഥി TK ഗോവിന്ദന്റെ വാഹനത്തിന് നേരെയും ആക്രമണ ശ്രമം നടന്നതായാണ് പരാതി. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഈ ആക്രമണത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ടോ? ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. പ്രത്യേകിച്ചും ധർമ്മടം, ഒപ്പം തളിപ്പറമ്പ്, പയ്യന്നൂർ. പ്രത്യേകിച്ചും തളിപ്പറമ്പിലും പയ്യന്നൂരിലും മറ്റും CPM-ൽ നിന്ന് വിട്ടുപോയവർ തന്നെയാണ് സ്ഥാനാർത്ഥികളായി ഉള്ളത്. വാശിയേറിയ പ്രചരണം ഇരുഭാഗത്തുമുണ്ട്. UDF പ്രവർത്തകരുടെ പിന്തുണ ഇരു സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. UDF-ന്റെ പിന്തുണയുണ്ട് എന്ന് നമുക്കറിയാം. അവിടെയാണ് കഴിഞ്ഞ ദിവസം വരെ സമാധാനമായി പോയിക്കൊണ്ടിരുന്ന പ്രകടനത്തിന് നേരെ ഇന്നലെ രാത്രി 9:30 തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി മുൻ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ TK ഗോവിന്ദന്റെ തെരഞ്ഞെടുപ്പ് വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആദ്യം ഒരു പ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പ് വാഹനം തടയുകയായിരുന്നു. പിന്നീട് കൂട്ടത്തോടെ വന്ന പ്രവർത്തകർ ഈ വാഹനം പൂർണ്ണമായും നിർത്തുകയും LED മറ്റും വഹിച്ചുകൊണ്ടുള്ള വാഹനമായിരുന്നു. LED ലൈറ്റുകൾ ഓഫാക്കുകയും മറ്റും ചെയ്തു. തുടർന്ന് ആ മേഖലയിൽ ചെറിയ സംഘർഷവും മറ്റും ഉണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെതിരെ പോലീസിൽ UDF പ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മലപ്പട്ടം സെൻട്രലിൽ വെച്ചായിരുന്നു ഈ ആക്രമണ സംഭവം ഉണ്ടായിരുന്നത്. CPM പ്രവർത്തകർ തടഞ്ഞ ശേഷം ആക്രമിക്കുകയായിരുന്നു എന്നാണ് കോൺഗ്രസ്, UDF-ഉം ഒപ്പം TK ഗോവിന്ദനും നൽകിയ പരാതി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും മറ്റും ചെയ്തിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത് UDF സ്ഥാനാർത്ഥി ശ്രീ VP അബ്ദുൾ റഷീദാണ്. VP അബ്ദുൾ റഷീദിന്റെ വാഹനത്തിന് നേരെയും ഇന്നലെ ആക്രമണം ഉണ്ടായി എന്നാണ് പരാതിയുള്ളത്. അഞ്ചരക്കണ്ടി മുഴപ്പാല കൈതപ്പുറത്ത് വെച്ചാണ് ഈ ആക്രമണ ശ്രമം ഉണ്ടായത് എന്നും പരാതിയിലുണ്ട്. ആദ്യം CPM പ്രവർത്തകൻ ലിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരമൊരു അക്രമ സംഭവത്തിലേക്ക് വന്നത് എന്നാണ് മനസ്സിലാകുന്നത്. തുടർന്ന് അബ്ദുൾ റഷീദിന്റെ പ്രചാരണ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുകയും ബൈക്ക് അടക്കം, ഈ പ്രചാരണ വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്ന ബൈക്കുകൾ അടക്കം സംഘർഷം ഉണ്ടാവുകയും മറ്റും ചെയ്തു. സ്ത്രീകളടക്കമുള്ള സംഘം ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണമുണ്ട്. ഇതിനിടയിൽ ഒരു ബൈക്കിന്റെ താക്കോൽ ഊരിയെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിച്ചു. അവിടെയും നിരവധി തവണ പോലീസ് എത്തുകയും സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാവുകയും മറ്റുമായിരുന്നു. തുടർന്നാണ് രണ്ടു കേസുകളിലും പോലീസ് FIR ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന ചില ആളുകളുടെ പേര് ചേർത്താണ് ഇപ്പോൾ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ DCC അധ്യക്ഷനും മറ്റും പറഞ്ഞത് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും പരാജയ ഭീതിയിൽ, പല മണ്ഡലങ്ങളിലും പരാജയ ഭീതിയിൽ ഇത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നും മറ്റുമാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലയിലേക്ക് എത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇവരടക്കം വന്നു കഴിഞ്ഞാൽ പ്രതിഷേധ പരിപാടികൾക്ക് UDF നേതൃത്വം ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് കണ്ണൂരിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമുക്കറിയാം പല കോട്ടകളും, CPM-ന്റെ പല കോട്ടകളും കണ്ണൂർ ജില്ലയിലുണ്ട്. ആ കോട്ടകൾ ഇളക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസും UDF-ഉം മറ്റുമുള്ളത്. അതിനായി തന്നെ വളരെ കൃത്യമായി തന്നെ LDF വിട്ടുവന്ന അല്ലെങ്കിൽ CPM വിട്ടുവന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പിന്തുണയ്ക്കുകയും മറ്റുമുണ്ട്. ഇന്ന് മുതൽ കൂടുതൽ പ്രവർത്തകർ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. NK പ്രേമചന്ദ്രൻ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട UDF നേതാക്കൾ ജില്ലയിലേക്ക് എത്തുകയും ഈ പ്രചരണം നയിക്കുകയും ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെ പ്രചരണം അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അനുശ്രീ, ശരി. രഞ്ജിത്ത് രാമചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.